ഇന്ന് നമ്മൾ കണ്ണൂർ ആൽക്കമിയിലേക്കാണ് വന്നിട്ടുള്ളത്. കുറേ നാളായി വിചാരിക്കുന്നു ഹെയറിന് എന്തെങ്കിലും ചേഞ്ച് കൊടുക്കണമെന്ന്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചേഞ്ച് കൊടുക്കാനായിട്ട് ഞാൻ ഹെയറിന്റെ ലെങ്ത് ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ ബ്ലാക്ക് ഹെയർ ആയിരുന്നു. ഇനി ഒന്ന് കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. കളർ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അവിടുത്തെ സ്റ്റൈലിസ്റ്റ് എൻ്റെ സ്കിൻ ടോണും ഹെയറൊക്കെ നോക്കിയതിന് ശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് സെലക്ട് ചെയ്തു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഹെയർ ഹൈലൈറ്റിംഗ് ആണ് വേണ്ടതെന്നാണ്. കാരണം എനിക്ക് ഗ്ലോബൽ ഹെയർ കളറിങ്ങിനോട് താല്പര്യമില്ല. ഇടയിലിടയിൽ എൻ്റെ ബ്ലാക്ക് ഹെയറും കൂടി കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡും പിന്നെ എൻ്റെ ഒറിജിനൽ ഹെയറും അതുപോലെയായിരുന്നു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഡാർക്ക് കളർ വേണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ 2 മണിക്കൂറായിരുന്നു എടുത്തിട്ടുണ്ടായത്. 1 മണിക്ക് തുടങ്ങിയിട്ട് 3-3:30 ആകുമ്പോഴാണ് തീർന്നിട്ടുണ്ടായത്. ഹെയർ കളർ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ എനിക്ക് അവരൊരു ഹെഡ് മസാജ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളറിംഗ് ട്യൂബിനനുസരിച്ചാണ് പ്രൈസ് വരുന്നത്. ഒരു ക്വാർട്ടർ ട്യൂബിന് 2500 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എനിക്ക് ഹാഫ് ട്യൂബ് വേണ്ടി വന്നു. അപ്പോൾ എത്ര പൈസയായി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഒരു കട്ടൻ ബാങ്ക്സും അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പിക്ക് റെഫറൻസ് കാണിച്ചു കൊടുത്തിട്ട് അതിലും ലൈറ്റായിട്ട് എനിക്ക് കളർ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ എനിക്ക് ആ ഒരു സ്റ്റൈലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റിംഗ് പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിഖിലാണ്ട് റിയാക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്യാമറയും കൊണ്ടുപോയി. എനിക്ക് ഉറപ്പായിരുന്നു ഒരു എക്സ്പ്രഷനും ഇടില്ല. കാരണം ക്യാമറ കണ്ടാൽ പുള്ളിക്കാരൻ ഷൈ ആവും. ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം പറഞ്ഞത് ബംഗാളി ബാബു ആയിട്ടുണ്ട് എന്നാണ്. എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് മുടി കൊണ്ട് തന്നെയായിരിക്കും കളി. അപ്പം ശരിടാ, ബൈ. അപ്പം പാർലർ വരുന്നത് ആൽക്കമി ബൈ ക്യൂൻസ് ആണ്, കണ്ണൂരിലുള്ള.